നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ കാണുന്നതാ അവന്തിയടുത്തി ഒറ്റയ്ക്ക് കിടന്ന് ഓടുന്നത്. ഒരു നേരത്തെ ആഹാരം പോലും സമയത്ത് കഴിക്കുന്നത് കണ്ടിട്ടില്ല. ഉറക്കത്തിന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി അവന്തിയടുത്തിയും എങ്ങനെയാ മാനേജ് ചെയ്യുന്നതെന്ന്. ഒരു 100 വയസ്സ് വരെയുള്ള ജോലി ഇതിനോടകം തന്നെ എടുത്തി വിശ്രമം ഇല്ലാതെ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാലം അവന്തിയടുത്തി വെറുതെ ഇരിക്കട്ടെ എന്നാ എന്റെ ഒരു അഭിപ്രായം. അത് അർച്ചനയ്ക്ക് ഈ ബിസിനസിന്റെ കാര്യമൊന്നും അറിയാത്തതുകൊണ്ടാ. നമ്മുടെ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ഇത്രയും തിരക്കുകളിൽ നിൽക്കുമ്പോ ഞാനതൊക്കെ വിട്ട് പെട്ടെന്ന് മാറാന്ന് പറഞ്ഞാ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് ബിസിനസിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും എടുത്ത് ഈ കുടുംബത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്നത് കാണുമ്പോ നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. നന്ദേട്ടൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് നന്ദേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇനിയുള്ള കാലം ഇവിടെ ജീവിച്ചൂടെ? നന്ദേട്ടനും സച്ചേട്ടനും സന്ദീപും ഒക്കെ എല്ലാം നോക്കിക്കൊള്ളാന്നല്ലേ പറയുന്നു? അതെ, ഇനിയെങ്കിലും നീ നിന്റെ ആരോഗ്യം നോക്ക അവന്തിക. അർച്ചന പറഞ്ഞ പോലെ ഓട്ടം കുറച്ച് കുറയ്ക്ക്. എന്നിട്ട് പഴയ പോലെ നീ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കും. എന്താ ഓഫീസിൽ പോയാലേ നിനക്ക് പറ്റുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇവര് പറയുന്നതിലും കാര്യമുണ്ട് മോളെ. എത്രയെന്ന് കരുതിയാ നീ ഇനിയും കഷ്ടപ്പെടുന്നത്? നന്ദൻ എല്ലാം പഴയ പോലെ നോക്കിക്കൊള്ളാന്ന് പറയുന്ന സ്ഥിതിക്ക് വെറുതെ ഓഫീസിൽ പോയിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. അർച്ചനയുണ്ടല്ലോ. അർച്ചന വരുന്നവരെ ഈ കുടുംബത്തെയും ബിസിനസ്സുകളും എല്ലാം നീ വണ്ടിക്കാള വലിക്കുന്ന പോലെ വലിച്ചു. ഇനി അർച്ചന പറഞ്ഞ പോലെ നീ ഇവിടെ വെറുതെ ഇരുന്നാ മതി. പിന്നെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നത് അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ അച്ഛാ? ഇനി മുതൽ അവന്തികയെ ഓഫീസ് കാര്യങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ല. എല്ലാം നിന്റെ ഇഷ്ടം. അവന്തികയെ ഇനി നിന്നെ ആ ഓഫീസിന്റെ പരിസരത്തൊന്നും കണ്ടുപോകരുത്, കേട്ടല്ലോ? ഭർത്താവ് വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് തലയെ കൈവച്ച് തുടങ്ങി വേണ്ട ചേച്ചി. അനക്കേ, നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. പിടിവിട്ട അവസ്ഥയല്ല ഞാൻ. ഇനിയിപ്പോ അവനവന്റെ കാര്യം നോക്കി തന്നെ ജീവിക്കാം. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. നിന്നോട് ഒരു തവണ ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോവാൻ. ഇനി ഇവിടുന്ന് വല്ലതും പറഞ്ഞാ? ചേച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് ചെയ്തു? അല്ല, ഞാൻ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. നന്ദേട്ടൻ തിരിച്ചു വന്നത് ചേച്ചിക്ക് സന്തോഷാണോ അതോ
ഈ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി സന്തോഷമല്ലെന്ന്. സന്തോഷിക്കാൻ ചേച്ചിയുടെ ഭർത്താവ് വന്നതേ ദുബായിൽ നിന്നൊന്നും അല്ല. ദേ സേതു രാജാവിന്റെ പുതിയ കൽപ്പന. അവന്തിക ഇനി ഓഫീസിലെ കാര്യത്തിലൊന്നും ഇടപെടണ്ട, ഭർത്താവിന്റെ കാര്യവും നോക്കി ഈ വീട്ടിലെ കാര്യവും നോക്കി ഇവിടെ ഇരുന്നോളാൻ. കൈയടിച്ച് പാസ്സാക്കാനും സപ്പോർട്ട് ചെയ്യാനും നന്ദനും അർച്ചനയും. എനിക്കറിയാം ഇതവര് രണ്ടുപേരും കൂടെ എനിക്ക് പണി തന്നതാണെന്ന്. എന്റെ സംശയം അതല്ല ചേച്ചി. ഈ നന്ദേട്ടൻ എന്ന് പറയുന്നവൻ കുറെ വർഷമായിട്ട് വേറെ എവിടെയോ ആയിരുന്നു. അർച്ചനെ എങ്ങനെയോ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. തിരികെ വന്നപ്പോ മുതലും അയാൾക്ക് ചേച്ചിയുടെ ദേഷ്യമാണല്ലോ. അതെന്താ കാര്യം? ഇനി ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം അർച്ചനയെ സന്ധ്യയും പറഞ്ഞു കാണോ? ആ അതൊന്നും അല്ല കാര്യം. പിന്നെ പിന്നെ കാര്യം എന്താന്ന് പറയേ ചേച്ചി. ഞാൻ അയാളെ ഇത്രയും നാള് പൂട്ടിയിട്ടിരുന്നുണ്ട്. ഏ അതെ. ഇവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങി നന്ദനെ ഞാനങ്ങ് പൊക്കി. അച്ഛനുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ ജീവനോടെ ഉണ്ടോ മരിച്ചോന്ന് പോലും ആർക്കും അറിയില്ല. അറിയാവുന്ന ഏകയാൾ ഞാനാണ്. ഈ ഞാൻ മാത്രം. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്റെ ഭർത്താവ് തിരിച്ചു വന്നതില് എനിക്ക് സന്തോഷമാണോ അല്ലയോന്ന്? ചേച്ചി എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ സംഭവിച്ചത് അത് തന്നെയാ. ആരോടും പറയാതെ, നിന്നെ പോലും അറിയിക്കാതെ ഇത്രയും വർഷം എന്റെ കാൽ കീഴിൽ ഞാൻ അവനെ ചവിട്ടി അരയ്ക്കണമെങ്കിൽ ഈ കുടുംബത്തോടും ഇവിടെ ഉള്ളവരോടും എത്രമാത്രം പകയുണ്ടെന്ന് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും. അങ്ങനെ തടവിൽ കഴിഞ്ഞവനെയാ അർച്ചന പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അയാള് ചേച്ചിയോട് ഇതേപ്പറ്റി ഒന്നും ഇതുവരെ ചോദിച്ചില്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്റെ ഉദ്ദേശം എന്താണെന്ന്? ഇത് എന്നോട് കാണിച്ച കൊള്ളരുതായ്മയ്ക്കും എന്നെ ദ്രോഹിച്ചതിനും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.